Sky Gold, elegance of beauty. താഴേക്കോട് ഗ്രാമപഞ്ചായത്തില് കുറെ മരങ്ങൾ, അതും ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ള മരങ്ങൾ ഉടലോടെ സ്വർഗത്തിൽ പോയ ഒരു സംഭവമുണ്ട്. അത് വലിയ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ മരം, അതും റോഡ് സൈഡിൽ പൊതുശ്മശാനത്തിലൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളാണ് മുറിച്ച് കടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവിടെ CPM പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചൊക്കെ നടത്തി. അപ്പോൾ ലീഗുകാരാണ് ഈ മരം മുറിച്ചത് എന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിന്റെ താഴേക്കോട് പഞ്ചായത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, സെക്രട്ടറി MT അഫ്സൽ. റഷീദ് മാസ്റ്റർ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നാണ് ആ നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറഞ്ഞത്. ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. കഴിഞ്ഞ ദിവസം MLA പറഞ്ഞത് കർശനമായ നടപടിയും അന്വേഷണം ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ മരങ്ങൾ എവിടേക്കാ പോയത്, ആരാ കൊണ്ടുപോയത്? CPM സത്യത്തില് യഥാർത്ഥ പ്രതിയെ ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത്. യഥാർത്ഥ പ്രതി ആരാണെന്ന് പോലീസ് കണ്ടെത്തിയാൽ CPM ഞെട്ടും. ഞങ്ങൾക്ക് പറയാനുള്ളത് CPM കള്ളന് കഞ്ഞി വെക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം എന്നാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടി വാരിയിടാൻ കഴിയില്ല. കാരണം ഇവിടെ 17-ാം വാർഡിലെ ഇടത് അംഗത്തിനാണ് കൊമ്പ് ജില്ലകൾ വെട്ടിമാറ്റുന്നതിനുള്ള അധികാരം പഞ്ചായത്ത് ഭരണസമിതി നൽകിയത്. അപ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള ജനങ്ങൾക്ക് വ്യക്തമാണ്. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി, പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ലീഗിന്റെ മേക്കെട്ടക്ക് CPM കയറുന്നത്. യഥാർത്ഥ പ്രതി ആരാണെന്ന് CPMന്റെ ആളുകൾക്കൊക്കെ അറിയാം. അവർക്ക് ആ യഥാർത്ഥ പ്രതിയെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് നിയമത്തിന്റെ വഴിയിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. ഇത് ശക്തമായ അന്വേഷണം ഉണ്ടാവും. ഇത് ഞങ്ങൾ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ പോയിക്കൊണ്ട് ഇത് ശക്തമായ അന്വേഷണം നടത്തുകയും യഥാർത്ഥ പ്രതിയെ കൊണ്ടുവരികയും ചെയ്യും. ആ യഥാർത്ഥ പ്രതി പുറത്തു വരുമ്പോൾ CPM തലയിൽ മുണ്ടിട്ട് റോട്ടിലൂടെ നടക്കേണ്ട അവസ്ഥാവിശേഷം വരും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം 50-ലധികം മരങ്ങളാണ് പകൽക്കൊള്ള നടത്തിയിട്ടുള്ളത്. പട്ടാപ്പകൽ അത് മുറിച്ചു പോയിട്ടുള്ളത്. പട്ടാപ്പകൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് റോഡ് സൈഡിലാണ്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. ആ റോഡ് സൈഡിൽ എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ITIയുടെ ഗവൺമെന്റ് വനിതാ ITIയുടെ അടുത്താണ് സംഭവം. ഈ മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുമല്ലോ. അതായത് ശബ്ദമൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ മുറിക്കാൻ പറ്റും. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ശബ്ദം ഉണ്ടാവും. അത് ശ്മശാന ഭൂമിയാണ്. സാധാരണ ശ്മശാനത്തിലേക്ക് സാധാരണ ആളുകൾ പോകൂല. പിന്നെ അവിടെ അത്ര ഭൂമി ഉണ്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. അവരത് പ്രൈവറ്റ് പാർട്ടിയുടെ മരം മുറിച്ചു പോവുകയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് പരിസരവാസികളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ പറഞ്ഞതുപോലെ 5-ാം തീയതി മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ഭീകരമായ കാഴ്ച അധികാരികൾ കണ്ടത്, ആളുകൾ കണ്ടത്, പരിസരവാസികൾ കണ്ടത്. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുവഴിയാണ് നടപടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതായാലും അത് ശക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പോലീസ് ഒന്നും കൂടി ജാഗ്രത പാലിച്ചുകൊണ്ട് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഇത് പൊതുമുതലാണ്. എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പോലീസിനുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധികാരികൾക്കുണ്ട്, നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇതെല്ലാവരുടെയും സ്വത്താണ്. അപ്പൊ ഇത് കൊണ്ടുപോയവനെ പിടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണം. ഇത്തരത്തിലുള്ള ഏർപ്പാട് ഇനി താഴേക്കോട് പഞ്ചായത്തിലും കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഇത് ശക്തമായി ഇതിനെതിരെ പോരാട്ടം നടത്തുക തന്നെ മുസ്ലിം ലീഗ് ചെയ്യും. പാർട്ടിക്ക് അതിനുള്ള കരുത്തുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മറ്റ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ തെളിയിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ പുറകിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ റഷീദ് മാസ്റ്റർ പറഞ്ഞത് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഈ സമരം നടത്തിയവർക്ക് അറിയാമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഏതായാലും മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി MT അഫ്സൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ തന്നെ, ഇപ്പോൾ ഇന്ന് താഴേക്കോട് കരിങ്കല്ലത്താണിയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പലരും ഇങ്ങനെ പറഞ്ഞത്, ഈ മരം ആര് കൊണ്ടുപോയതാണെന്ന് അറിയണമെങ്കിൽ നല്ലൊരു അന്വേഷണം തന്നെ വേണം. ഇത് അങ്ങനെ മുങ്ങിപ്പോകരുത്, മൂടിപ്പോകരുതെന്ന് പറയണത്. അപ്പോൾ മൂടാതെ അന്വേഷണം നടത്തിയാൽ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് താങ്കൾക്കൊന്ന് പറയാമോ? താഴേക്കോട് പഞ്ചായത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അവിടെ ചില്ലകൾ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത പ്രദേശത്തുള്ള 17-ാം വാർഡിലെ മെമ്പറെ പഞ്ചായത്ത് ബോർഡ് യോഗം ചുമതലപ്പെടുത്തുകയും, പക്ഷേ അതിനുശേഷം വളാങ്കുളത്ത് നടന്ന ഒരു
ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പൊതു ശ്മശാനത്തിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്ന സമയത്താണ് ഇവിടെ വലിയ ഒരു കൊള്ള നടന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ മരമാണ് അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത സ്ഥലമായ വ്യവസായ പ്ലോട്ടിൽ നിന്നും ഏകദേശം 25ഓളം മരങ്ങൾ കളവ് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് UDF-നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ആവശ്യപ്പെടാനുള്ളത് ഇതിലെ യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവർക്ക് അർഹമായ ശിക്ഷ അവർക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ SP-ക്കും ഇവിടെ DYSP-ക്കും HSO-നും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിയപ്പെട്ട MLA-യും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിക്കൊക്കെ ഞങ്ങൾ പരാതി നൽകി. ഇതിന്റെ യഥാർത്ഥ പ്രതികൾ എത്രയും പെട്ടെന്ന് രംഗത്ത് വരേണ്ടതുണ്ട്, അവർ രംഗത്ത് കൊണ്ടുവരേണ്ടത് അതിന്റെ ഒരു സമരവുമായി അതിന്റെ ശക്തമായ ഒരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായിട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുന്നോട്ട് പോകും. പിന്നെ CPM കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. അവർക്ക് തന്നെ അറിയാം കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ് അവരുടെ സമരം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ അവരിതൊക്കെ മുസ്ലിം ലീഗിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിന്റെ പ്രതി ആരാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം. ഏതാനും ദിവസങ്ങൾക്ക് തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതിയെ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശക്തമായ നടപടികളുമായിട്ട് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള പോഷക സംഘടനകളൊക്കെ ഇതിനടക്കം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി പഞ്ചായത്ത് ഭരണസമിതിയും പാർട്ടിയും ഇതിലെ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റഷീദ് മാസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാലും ഒരു എന്താ പറയാ, പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കാം. ഈ മരങ്ങൾ 15 ലക്ഷം രൂപയുടെ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് കടത്തുക, മരം മുറി കൊള്ളാന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്തൊരു കൊള്ളയായിപ്പോയി. അപ്പോൾ അതും പൊതുജനങ്ങൾ പോലും അറിയാത്ത രീതിയിൽ മുറിച്ച് ഉടലോടെ മരങ്ങളൊക്കെ സ്വർഗത്തിൽ പോയെന്ന് ആളുകൾ പറഞ്ഞെങ്കിലും അവർക്കും വല്ലാത്തൊരു ഇതുണ്ട്. കാരണം ഇത്രയും ലക്ഷം രൂപയുടെ മരമൊക്കെ മുറിച്ച് കടത്തുമ്പോൾ പൊതുജനങ്ങളെ പോലും വിട്ടികളാക്കിയ പോലെയാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും അവസാനം അന്വേഷണമൊക്കെ കഴിഞ്ഞ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമ്പോൾ ആരിലേക്കായിരിക്കും എത്തുക എന്ന ചോദ്യം കൂടി ജനങ്ങൾക്കുണ്ട്. ആ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോഴേ പറയാൻ പറ്റും? ആ ഉത്തരം പറയേണ്ടത് പോലീസാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലീസാണ്. കറക്റ്റായി ആരാണെന്ന് അവർക്ക് കിട്ടും. എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. ഇത് മുറിച്ചവരുടെ വീഡിയോ ഉണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലൊരു കേസ് നമ്മൾ അങ്ങനെ മീഡിയനോട് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പോ അവിടെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയില്ല, ഓരോ പാർട്ടി ആ പ്രവർത്തകരെയൊക്കെ തലയിലേക്ക് ഇടുന്ന പോലെയൊക്കെ സംസാരിക്കുകയുണ്ടായി. നിങ്ങളുടെ ഈ മുസ്ലിം ലീഗിലെ പ്രവർത്തകരോ അനുഭാവികളോ ആയ ആരെങ്കിലും ഈ ഒരു വലിയ മരം കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന തരത്തിലൊരു സംശയമെങ്കിലും താങ്കൾക്കുണ്ട്? ഒരു സംശയവും ആ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ആരും അതിനകത്ത് പെട്ടിട്ടില്ല. മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള പാരമ്പര്യമുള്ള പാർട്ടിയല്ല. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ഏർപ്പാടുമായി മുന്നോട്ട് പോകൂല. അഴിമതിക്കും അതുപോലെ തന്നെ കൊള്ളക്കും കൂട്ടുനിൽക്കുന്ന ഒരു നേതൃത്വമല്ല ഞങ്ങൾക്കുള്ളത്. പണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരിക്കലും പഞ്ചായത്ത് ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ഇതിലൊരിക്കലും ഉണ്ടാവില്ല. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കിക്കാണാം ആരാണ് ഇതിന്റെ ആളെ എന്നുള്ളത്. ഏതായാലും വളരെ സ്പഷ്ടമായി റഷീദ് മാസ്റ്റർ പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെതായ പ്രവർത്തകരോ അനുഭാവികളോ ആരൊന്നും ഈ മരംകൊള്ളയിൽ ഉൾപ്പെടില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഇനി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇനിയും ഉണ്ടാകും. മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ അത് ഏറ്റെടുക്കുമെന്ന് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾക്കും ചിലത് പറയാനുണ്ടെന്ന് പറയുകയുണ്ടായി. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് പൊതുജനങ്ങൾക്ക് അറിയണമല്ലോ. ഏതായാലും എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് ആ പ്രതികളെ എത്തിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം ഈ കൊള്ളകളൊന്നും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇനി നടക്കരുത്, ആവർത്തിക്കരുത്. എല്ലാവർക്കും ഒരു പാഠമാകണം ഇതെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇവരും നൽകുന്നുണ്ട്, നേരത്തെ പറഞ്ഞവരും നൽകുന്നുണ്ട്. ഏതായാലും അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ പ്രതികൾ പുറത്തു വരട്ടെ. വേറെ എന്തോ റഷീദ് മാസ്റ്റർ ഒന്നുകൂടി പറയാനുണ്ട്? ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും ഇതിൽ ഒരുമിച്ച് നിൽക്കണം. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഈ വിഷയത്തിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയാനുള്ളത്. താഴേക്കോട് പഞ്ചായത്തിലെ 60,000-ത്തിലധികം വരുന്ന ജനങ്ങളുണ്ട് അവിടെ.
അവരെയൊക്കെ വിഡ്ഢിയാക്കിക്കൊണ്ടാണ് ഈ സംഗതി നടത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും രാഷ്ട്രീയ കക്ഷി ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. ഭരണസമിതിയുടെ ഈ ഒരു പരാതിയുടെ പുറകിൽ എല്ലാവരും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നാട്ടുകാർ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ മരം കൊള്ള നടത്തി ആരാണെന്ന് അറിയാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പലരുടെ അഭിപ്രായം തേടിയപ്പോൾ അവരെല്ലാം പറഞ്ഞതാണ്, റഷീദ് മാസ്റ്ററും അഫ്സലും ഒക്കെ പറഞ്ഞതാണ്. CPM ഇത് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഞങ്ങൾ വൈകുന്നേരം 7 മണിക്ക് കരിങ്കല്ലത്താണിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളൊരു UDFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഏതായാലും ശനിയാഴ്ച 7 മണിക്ക് ജനങ്ങളോട് വിശദീകരിക്കുമെന്ന് പറയുന്നത്. അതുപോലെ അന്വേഷണം നടക്കട്ടെ. യഥാർത്ഥ പ്രതികൾ എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ. പൊതുജനങ്ങൾക്ക് അറിയേണ്ട വലിയൊരു കാര്യമാണല്ലോ, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതൊരു അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാവണം. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.